നമസ്കാരം, മല്ലൂസ് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഇഞ്ചിക്കറി എളുപ്പം തയ്യാറാക്കാനുള്ള റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഞ്ചിക്കറിയും പുളിയിഞ്ചിയും തമ്മിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ തയ്യാറാക്കുന്നതിൽ കേട്ടോ. മല്ലൂസ് കഫേയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തുടർന്ന് വീഡിയോസൊക്കെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ മല്ലൂസ് കഫേയുടെ ഒരു പേജുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലും ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ പുളിയിഞ്ചി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ഞാൻ അടുപ്പൊക്കെ പുറത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ചട്ടി വയ്ക്കാം. കറി പുളിയിഞ്ചി തയ്യാറാക്കാനുള്ള ചട്ടി വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതിന് കാരണം പുതിയ ചട്ടിയൊക്കെ അല്ലേ, അപ്പം അത് എണ്ണ കുറച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 വറ്റൽമുളകാണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് ഞാൻ അതിനകത്തോട്ട് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഇടാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ വളരെ നേർത്തതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനൊരു 6-7 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി അതിനകത്തേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തന്നെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരല്പം എണ്ണയുടെ കുറവും കൂടി ഉണ്ട്. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് കാലാവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടായി. മഴയുടെ കോളൊക്കെ കയറിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പാടായിരിക്കും. നമുക്ക് നോക്കാം മഴ പെയ്യുമോ എന്നുള്ളത്. നമ്മൾ പുറത്തല്ലേ അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്താലും പ്രശ്നമാണ്, നമുക്ക് നോക്കാം. എന്തായാലും പറഞ്ഞതുപോലെ മഴ പെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വീഡിയോ ബാക്കി എടുത്തത് മഴ പെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ ഇതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മഴ പെയ്തതുകൊണ്ട് നമുക്ക് അത്രയും സമയം കൂടി പോയി വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി ഇതായി. വെട്ടമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരല്പം വാളംപുളി എടുത്തിട്ട് ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയില്ലേ, ആ പുളി നന്നായിട്ട് ഇതുപോലെ നന്നായി കൈ ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കട്ടെ. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ശർക്കര ഞാൻ ഒരു അത്യാവശ്യം ഒരു ചെറിയ പീസ് ഇടുന്നുണ്ട്. കാരണം നമ്മൾ പുളിയിഞ്ചിക്ക് മധുരമാണ് കൂടുതലുള്ളത്. പിന്നെ നമുക്കിടാനുള്ളത് ഒരു 1/4 ടീസ്പൂണിലും കുറവ് നമുക്ക് കായം ഇട്ട് കൊടുക്കാം. കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എനിക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ തിളപ്പിക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകിയാൽ മതി. പുതിയ ചട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതൊന്നും കൂടി ഇരുന്ന് കുറുകിപ്പോകും. നമ്മളിപ്പോൾ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചാലും അതൊന്നും കൂടി ഇരുന്ന് കുറുകും. അപ്പോൾ ആ ഒരു അളവിൽ വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇത് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ പുളിയിഞ്ചി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് അതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് ചൂടൊക്കെ പോയതിന് ശേഷം വേണം ഇതിനകത്തേക്ക് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഉലുവ നമ്മൾ വറുത്ത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂട് പോയിട്ട് ഇതിനകത്തേക്ക് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിയിഞ്ചി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം അതിനകത്ത് ഉലുവാപ്പൊടി, ഒരു ചെറിയ നുള്ളു ഉലുവാപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് പുളിയിഞ്ചിയും ഇഞ്ചിക്കറി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കറിയൊക്കെ നമുക്ക് സദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് നിങ്ങളിതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്